ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ വ്ളോഗാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അത് ഞാൻ ഫോണിലെടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോഗ്രാഫർ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി പേര് നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് ആയിരുന്നു ലാസ്റ്റത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം. ഓരോ കമൻറ്റ്സ് വായിക്കുമ്പോഴും ഒത്തിരി കമൻറ്റ്സ് ഉണ്ട്. ഓരോ കമൻറ്റ്സ് വായിക്കുമ്പോഴും സന്തോഷമാണ്, വല്ലാത്തൊരു ഫീലാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ മുമ്പത്തെ വ്ളോഗിലാണെങ്കിൽ മൊത്തം നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ വെച്ചതിൻ്റെ. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചു, അതിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഗസ്റ്റുകളും വീട്ടിൽ വന്ന് വീടും കാണുന്നുണ്ട്. ഫുഡ് മാത്രമാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഇവൻറ്റ് പാർട്ട്ണർ നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടി നമുക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും അൽഹംദുലില്ലാ ഞാൻ പറയും. കാരണം ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷിക്കാറില്ല. ഏത് കാര്യത്തിലാണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് എപ്പോഴും പോവാറ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതലാണ് എനിക്ക് പടച്ചോൻ തരാറ്. അൽഹംദുലില്ലാ ഞാൻ വീണ്ടും പറയും. കാരണം ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ വീട് ഇങ്ങനെ ആവണമെന്നൊന്നും. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ വൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ വീടിൻ്റെ തലേ ദിവസം പോലും നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ ഇത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും ഷോക്ക്ഡായിരുന്നു ആ ഒരു ഹൗസ് വാമിങ്ങിന് അന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത്. ശരിക്കും എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് ആ ഒരു എക്സ്റ്റീരിയർ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത്. നമ്മളെ ആർക്കിടെക്റ്റിനും നമ്മുടെ എൻജിനീയറിനും അത് സ്പെഷ്യൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക വേണം. വീട് ഇതുപോലെ ആക്കി തന്നതിന് മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഞാൻ കുറച്ച് കാര്യങ്ങളെ നമ്മുടെ വീടിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റേതായ ഭംഗിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ കുഞ്ഞു കാര്യങ്ങളിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് സേഫ്റ്റി, അതുപോലെ മെയിൻ്റനൻസ് ഈസി ആവണം, ക്ലീനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എന്താ പറയുക ഓവറായിട്ട് ഫേർണിച്ചേഴ്സ് കുത്തി നിറക്കുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പാകത്തിലാക്കണം ബാക്കി എല്ലാ ഭാഗങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എനിക്ക് നമുക്ക് എല്ലാ ഭാഗങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. അതിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻജിനീയറിനും നമ്മുടെ ആർക്കിടെക്റ്റിനും കൊടുക്കുക തന്നെ വേണം. അതൊക്കെ ഞാൻ വിശദമായിട്ട് നമ്മുടെ ഹോം ടൂർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോഗ്രാഫർ നമ്മൾ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ മുമ്പുള്ള ഒരു 10 മിനിറ്റില്ലേ അത് കൊടുത്ത് ആ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മുടെ ഇവൻറ്റും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് എനിക്ക് വീണ്ടും പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇത്രയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ ഡ്രസ്സാണെങ്കിൽ പോലും ഞാൻ അത്രയൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എന്തോ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് 2 കിച്ചണുണ്ട്. ഇത് വർക്ക് ഏരിയ കിച്ചണാണ്, പക്ഷെ അതും മോഡുലാർ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫേർണിച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ഇതാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള കുറേ ആർട്ട് വർക്ക്സ്, അതുപോലെ ഫ്രെയിമുകൾ, പിന്നെ മാട്രസ്, ഇതൊക്കെ കുറേ കൊളാബ് റിലേറ്റഡ് വന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീടുള്ള വ്ളോഗ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോം ടൂർ വീഡിയോ അല്ല, നമ്മൾ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ മുകളിൽ അപ്സ്റ്റേഴ്സിൽ നമ്മൾ റീഡിങ് റൂമാണിത്. റീഡിങ് റൂമിൽ ഒരു കുഷന് വിട്ടുപോയതാണ്, ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നെക്സ്റ്റ് ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് വല്ലാണ്ട് കാണിക്കുന്നില്ല. പിന്നെ മുകളിൽ 2 റൂംസാണ്, താഴെ 3 റൂംസാണ്, 2 കിച്ചണുണ്ട്, പിന്നെ 2 ലിവിങ് റൂംസ് ഉണ്ട്, പിന്നെ ഹാള്, അങ്ങനെ. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വ്ളോഗിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള കമൻറ്റ്സ് ശരിക്കും ഞാനും ഒക്കെ ഇരുന്നിങ്ങനെ കുറേ കമൻറ്റ്സ് വായിച്ചു കേട്ടോ. ഒരുപാട് പേര് ഒരുപാട് പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ
ഓരോ വീഡിയോസും കാണുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇക്കാൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രാർത്ഥന ഉണ്ട്, ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴേ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഉമ്മമാരാണ് എനിക്ക് വിളിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. UAE നിന്നും നാട്ടിൽ നിന്നും പലയിടത്തു നിന്നും ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇക്കാക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ രാവിലത്തെ ഫംഗ്ഷനായിരുന്നു. നമ്മളൊരു 10 മണിക്കാണ് കയറിയിരുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു, വീണ്ടും റെപ്പിറ്റീഷൻ വേണ്ടല്ലോ. അപ്പം അതിൽ സ്നാക്സും ചായയും കട്ട്ലറ്റ്, സമൂസ, ചിക്കൻ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വീട് തുറന്നത് ഇക്കാൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ 3 പേരും കൂടിയിട്ടാണ്. അങ്ങനെ ആ ഒരു കയറുന്ന സമയത്ത് ഒരു 10:30ക്കാണ് തോന്നുന്നു നമ്മൾ വീടിനകത്തേക്ക് കയറിയത് കേട്ടോ. ഒരു ഒഫീഷ്യൽ ഹൗസ് വാമിങ് അത് തന്നെ, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിന് തൊട്ട് മുമ്പ് വരെ നമ്മളെല്ലാവരും വീടിനകത്ത് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിന് ശേഷം ഒരുപാട് കമൻറ്റ്സ് കഴിഞ്ഞ വ്ളോഗിൽ, അതിന് മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞു സുബഹി നിസ്കാരത്തിന് സമയത്താണ് കയറിയിരിക്കാൻ ഉത്തമം എന്ന്. അങ്ങനെ ഹൗസ് വാമിങ്ങിന് ഒരു ഉത്തമ സമയം അല്ലെങ്കിൽ ഉത്തമ ദിവസം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ദിവസം എല്ലാ ദിവസവും നല്ല ദിവസമാണ്. അത് ഞാൻ വീണ്ടും പറയും, കാരണം അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഒരു ദിവസം നല്ലത് ഒരു ദിവസം ചീത്തത് അങ്ങനെയില്ല. എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാണ്, എല്ലാ സമയവും നല്ല സമയമാണ്. ഏറ്റവും ഉത്തമം മോർണിംഗ് ആണ്, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ നമ്മൾ 10 മണിക്ക് 10-10:30 കയറിയിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ സൗകര്യം അതാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വീട്ടുകാരാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഞാൻ ബ്ലോഗേഴ്സിനെ യൂട്യൂബേഴ്സിനെ ഒന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ആരെയും ഇൻവൈറ്റ് ചെയ്യില്ല. ഒന്നാമത് എനിക്ക് ആരോടും അത്ര പരിചയമില്ല. ഞാൻ എൻ്റെ കാര്യം യൂട്യൂബിൽ ഷെയർ ചെയ്യും, അവിടുന്ന് പോരും. അല്ലാണ്ട് എനിക്ക് അധികം പരിചയം ഉള്ള ആരും ഇല്ല. പിന്നെ വിളിക്കാത്തതിന് വേറെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് നമുക്ക് ഈ ഒരു വീടിൻ്റെ പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഹോം ടൂർ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. അതും ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. നമുക്ക് പേഴ്സണലി ഇക്കാൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും വല്ലാണ്ട് വീട് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പേടി കൊണ്ട് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ല, അപ്പോൾ നമുക്ക് ഓക്കെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാലും ഞാൻ എൻ്റെ വക കുഞ്ഞു ഹോം ടൂർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്താൽ നന്നാവും, ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്, അതിനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വീടുണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട് കേട്ടോ. കാരണം അബദ്ധം നമ്മൾ പറ്റുമ്പം നമ്മൾക്ക് ചില സാധനങ്ങൾ വീണ്ടും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് നല്ലതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ നല്ലതായിരിക്കും നിങ്ങൾക്ക്, ഇൻഷാ അല്ലാഹ്. പിന്നെ പാല് കാച്ചുന്ന ചടങ്ങ് എല്ലാവരും പറഞ്ഞു, പാല് കാച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണമെന്ന്. ഇക്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പരിപാടിയെ വേണമെങ്കിൽ ചായ ഉണ്ടാക്കിക്കോന്ന്. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുള്ളത് പാല് ചൂടാക്കിയിട്ട് അതിൽ ചായ ഉണ്ടാക്കി. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ, അതിന് മുമ്പത്തെ വ്ളോഗിൽ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. അത് ശരിയാണ്, നമുക്ക് നെഗറ്റീവ് കമൻസ് മൈൻഡ് ആക്കാണ്ട് വിട്ടാൽ മതി. പക്ഷേ ഞാൻ ചില കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നമ്മളതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് അറിയാനും ആ തെറ്റിലോട്ട് പോകാണ്ടിരിക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ നെഗറ്റീവ് കമൻറ്റ്സ് എന്നെ ബാധിക്കുന്നില്ല, പക്ഷേ അത് കേൾക്കുന്നവർക്ക് അത് ശരിയെന്ന് തോന്നരുത്. അപ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറഞ്ഞ് മനസ്സിലാക്കുമ്പം ഞാൻ കാരണം ഒരാളെങ്കിലും നല്ല രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ വ്യൂവേഴ്സിന് നല്ലത് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഷെയർ ചെയ്യും. അത് കണ്ടിന്യൂസ്ഡായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കി എല്ലാവരും കുടിച്ചു. നമ്മൾ ഓൾറെഡി ചായയും സ്നാക്സും അവിടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവൻറ്റ് നടത്തിയിട്ടുള്ളത് കംപ്ലീറ്റ് ഇവൻറ്റ്, അതായത് ഫുഡ്, അത് നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. ഇനിയിപ്പോൾ കുറച്ച് ദൂരമാണെങ്കിലും നമ്മളെ വീട്ടിലെ എല്ലാ ഗസ്റ്റിനോടും വരാൻ പറഞ്ഞിട്ട് വീട് കണ്ടിട്ട് ഫുഡ് അവിടേക്ക് അറേഞ്ച് ചെയ്യാം, അങ്ങനെയും പറ്റുമല്ലോ. എല്ലായിടത്തും വണ്ടി ഉണ്ടാവും, വണ്ടി ഇല്ലാത്തവർക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ കുറേ ആൾക്കാർ നടത്തുന്നുണ്ടെന്ന് ഈ ഒരു വീഡിയോയിലൂടെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് വൃത്തികേടാവും എന്നുള്ളത് വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വീട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട് പെയിൻ്റൊക്കെ ആക്കി അങ്ങനെ ആക്കി വെച്ചിട്ട് വീട് വൃത്തികേടാക്കാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ക്ലീൻ ചെയ്യാൻ നമുക്ക് ആൾക്കാരെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹൗസ് വാമിങ് ഫംഗ്ഷന് വീട് വൃത്തികേടാവാണ്ട് എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യുക. അത് ഇനി ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഫൈനലി നമ്മൾ ആർക്കാ നഷ്ടം വരിക? അതിന് വേണ്ടി പൈസ മുടക്കിയ ആൾക്കാർക്കെല്ലാം നഷ്ടം വരിക. അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കും വിചാരിച്ചിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിളായിട്ട് തോന്നിയത്, എല്ലാവരും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, വീട് കാണിച്ചും കൊടുക്കുന്നുണ്ട്. ബാക്കി ഫുഡ് കുറച്ച് ദൂരം അറേഞ്ച് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കംപ്ലീറ്റ് ഇവൻറ്റ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ്. അപ്പോൾ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഫുഡ്, പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 4 ഹോസ്റ്റിംഗ് ഗേൾസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക, പിന്നെ അഴുക്കുകൾ മീൻസ് ആരെങ്കിലും ഫുഡ് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയാനും അങ്ങനെ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അതും നല്ലൊരു ഇതാണ്. കാരണം നമുക്കെപ്പോഴും കുട്ടികളോട്, നമ്മളെ ഗസ്റ്റിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നല്ല മയത്തിൽ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നൊക്കെ. നമ്മൾ പറഞ്ഞേക്കാൾ കൊണ്ട് വേറെ ആൾക്കാർ പറഞ്ഞായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ പിന്നെന്താ, ഞാൻ എന്തായാലും ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഷെയർ ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ബാക്കി നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകളുടെ ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു വ്ളോഗിൽ എനിക്ക് പറയണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് 2 സെക്യൂരിറ്റീസിനെ നമ്മൾ ഓഡിറ്റോറിയത്തിലും ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം, അതുപോലെ ഓഡിറ്റോറിയത്തിൽ വന്നതും. അതുകൊണ്ട് തന്നെ ഒരു ക്ലാഷ് വന്നില്ല കേട്ടോ. എല്ലാവരും കൂടി 600 പേരെങ്ങാനും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ 600 പേര് ഒരുമിച്ച് നമ്മളെ വീട്ടിൽ വരുവാണെങ്കിൽ അതിന് പാർക്കിംഗ് സൗകര്യം വേണം. അതിന് സൗകര്യം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല മീൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താ, ഓവറോൾ നമ്മൾ ഇവൻറ്റിൽ ഒരു മോശവും വന്നിട്ടില്ല. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതൊക്കെ കൂടി നടക്കുമോ എന്നുള്ളത്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഒരു ഹൗസ് വാമിങ് വെക്കുന്നത്. പക്ഷേ കുറച്ച് വിട്ടൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ, അതിന് മുമ്പത്തെ വ്ളോഗിൽ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഹൗസ് വാമിങ് ഫംഗ്ഷന് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ വെക്കുന്നുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ നോക്കിയാൽ മനസ്സിലാവും, ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിങ് ഫംഗ്ഷനും ഓഡിറ്റോറിയത്തിലായിരുന്നു എന്നുള്ളത്. അത് ഒത്തിരി ആൾക്കാർ വെക്കുന്നത്, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഹൗസ് വാമിങ് ഫംഗ്ഷന് വേറെ എവിടെയും കേട്ടിട്ടില്ല. അപ്പം ഇനി അങ്ങോട്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം അത് വലിയൊരു തലവേദന തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അധികം പണികളൊന്നുമില്ല, അഴുക്കുകളില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി മോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കൂളായിട്ട് നമ്മളെ വീട് വൃത്തിയായും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ തന്നെ അത്യാവശ്യം മെനക്കെടാവും അല്ലേ, അത് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെയും ഇക്കാൻ്റെയും മക്കളുടെയും ഒരുമിച്ചുള്ള വീഡിയോസ് എടുക്കാൻ നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് പെടാപ്പാട് പെടുന്നത് നമുക്ക് തന്നെ വല്ലാത്തൊരു ഫീലായി തോന്നി. കാരണം ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. രാത്രി ഉറക്കം ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയും ഭയങ്കര ക്ഷീണിച്ച്. എനിക്ക് നമ്മളെ ഗസ്റ്റുകളൊക്കെ വന്നിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആവുന്നുണ്ടായിരുന്നു, ബ്രെയിനിൽ കയറുന്നുണ്ടായിരുന്നില്ലായിരുന്നു ഉറക്കം ഒഴിച്ചിട്ടേ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ശരിയായിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നിട്ടില്ല. അത് പിന്നെ ഒബ്വിയസ്ലി നമ്മളൊരു ഫംഗ്ഷൻ കഴിയുമ്പോൾ, വീട്ടിലൊരു ഫംഗ്ഷൻ കഴിയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, അത് ഉറപ്പല്ലേ. അങ്ങനെ നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓഡിറ്റോറിയം കാണിക്കുന്നത് കേട്ടോ. വീഡിയോഗ്രാഫറുടെ വീഡിയോസിൽ ഓഡിറ്റോറിയം നമ്മൾ കുറുക്കോൾക്കുന്നുള്ള എമറാൾഡ് പാലസ് ഓഡിറ്റോറിയമാണ്. അപ്പം ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സിൻ്റെ ഫുഡുകളൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടൻ കാബിരി, അടിപൊളിയായിരുന്നു. ലഗോൺ ചിക്കൻ ബിരിയാണി കിഡിലായിരുന്നു. പിന്നെ കേത്തൽ ചിക്കൻ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ കുറേ ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ
സാദാ ചോറ്, അതും പറയണം ഇതിൻ്റെ കൂടെ, കാരണം അതിൻ്റെ കൂടെ ഒരു മീൻ കറി ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ആ മീൻ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന്, അത്രയും ടേസ്റ്റ് ആയിരുന്നു ഒന്നും. അത് തീർച്ചയായിട്ടും ആ റെസിപ്പി ചോദിക്കണം എനിക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴെങ്കിലും വീഡിയോസിലിടും ആ റെസിപ്പി. പിന്നെന്താ, പിന്നെ കുറച്ച് പേര് ഇതിൽ വീണ്ടും മിസ്സിങ് ആണ് നമ്മുടെ വീഡിയോസിൽ. എൻ്റെ മൂത്ത അമ്മായി ഇവിടെ നാട്ടിലില്ല, രണ്ടാമത്തെ അമ്മായിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഇതിൽ മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ അമ്മായിയും മോനും മരുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ കാണുന്നില്ല. എനിക്ക് മാക്സിമം നമ്മുടെ വീട്ടിൽ വന്ന എല്ലാവരെയും ഈ ഒരു ഫങ്ഷൻ വീഡിയോയിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു. അത് മാക്സിമം എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അല്ല, എനിക്ക് ആ അമ്മായിൻ്റെ വീഡിയോസ് മാത്രമാണ് മിസ്സായതെന്ന് തോന്നുന്നു. അത് വീഡിയോഗ്രാഫർ എടുത്ത് മിസ്സായതുകൊണ്ടോ അത് എടുക്കാണ്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലീസിന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങളൊരു കുറച്ച് ജോയിൻറ്റ് ഫാമിലിയാണ്. ഇക്കാൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും കുറച്ചധികം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് അപ്പുറമുള്ള കുറച്ച് ഫാമിലീസിന് നമ്മൾ ലേഡീസിനെ വിളിച്ചിട്ടില്ല, ജെൻസിനെ മാത്രമേ വിളിച്ചില്ല. അങ്ങനെയായിരുന്നു നമ്മൾ 600 പേരെ കണക്കാക്കിയത്. അതിലപ്പുറം നമുക്കിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു ഏർപ്പാടാക്കാത്തത്. സത്യം പറയുകയാണെങ്കിൽ വ്യൂവേഴ്സിനെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്, ഓരോ യൂട്യൂബേഴ്സിനാണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിലും. പക്ഷെ നമുക്ക് എല്ലാവരും വിളിക്കുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഞാനൊക്കെയും പോയത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു, പറഞ്ഞ പോലെ തന്നെ കിട്ടിലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെയും ഇക്കാൻ്റെയും മക്കളുടെയും ഒരുമിച്ചുള്ള വീഡിയോസ് കിട്ടാൻ കുറച്ചധികം പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് കേട്ടോ. ഇക്കാണെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാനൊന്നും ഇല്ലാണ്ട് എൻ്റെ വീഡിയോസ് തന്നെ വരില്ല. ആ ആളാണിപ്പം ഇതുപോലെയൊക്കെ അഭിനയിച്ച് എൻ്റെ കൂടെ നടക്കുന്നത്. എന്തായാലും എനിക്കിത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. പിന്നെ ഇക്ക പറഞ്ഞു, ഇനി നിങ്ങളാക്കിക്കോളൂ. ഈ ഒരു സീനൊക്കെ ഇക്കാനെ വെച്ചിട്ടായിരുന്നു വിചാരിച്ചിരുന്നു, പക്ഷേ ഇക്ക പറഞ്ഞു എനിക്ക് വയ്യാന്ന്. അപ്പോൾ ഇക്കാണ്ട് പോയി. പിന്നെ ഞാനും റീനും കൂടിയാണ് ഈ സീനൊക്കെ എടുത്തിട്ടുള്ളത്. അവർക്ക് കുറച്ചധികം ഭംഗിയിൽ വേണമല്ലോ വീടിൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഹോം ടൂർ വീഡിയോ ഇൻഷാ അല്ലാഹ് നന്നായിട്ട് തന്നെ ഞാൻ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ കുറച്ചുകൂടെ പണികളുണ്ട്, കംപ്ലീറ്റായിട്ട് ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല വീട്ടിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ഫിനിഷിങ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഫങ്ഷൻ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് താഴെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.